അതാണ് ഹരി, ഹരീന്ദർ സിംഗ്. ഇതാണോ നിന്റെ പെങ്ങള്? അതെ. നീ വിഷമിക്കണ്ട അച്ചു. നിന്നെ പോലും കണ്ടില്ല എന്ന് വെക്കണമെങ്കിൽ അതിന് വലിയ എന്തെങ്കിലും കാരണം അവനുണ്ടാവും. അല്ലാതെ എല്ലാവരെയും വിളിച്ചു നിർത്തി സത്യങ്ങൾ തുറന്നു പറയാൻ പലതവണ വിചാരിച്ചതാ. പക്ഷേ ഹരിയുടെ ഈ ഒളിച്ചുകളിക്ക് പിന്നിലെ കാരണം അറിയാതെ നീ കണ്ടോ, അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും, നമ്മുടെ പഴയ ഹരിയായി തന്നെ. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയാ, ഹരീന്ദർ സിംഗിന്റെ ആ വീട്ടിൽ. അവിടുന്ന് വേണം നീ തുടങ്ങാൻ. എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ മാഷല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ആരോരും ഇല്ലാതെ അവളെ നാട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റുക? അതാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. സാരമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. കഷ്ടപ്പാട് ഞങ്ങളുടെ കൂടപ്പറപ്പാ. കാർത്തിയുടെ വീട്ടിൽ കിടക്കാനൊരു ഇടം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എല്ലാം ശരിയാവും. എല്ലാം മാഷുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ടുബുദ്ധിയാണല്ലേ? ഈ ദാൽ ഫ്രൈ തിന്നാ നടന്നു തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളാരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കന്നന്തിരി ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച അവൻ നിങ്ങളെ തല്ലി കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീതു പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ടാ, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാകുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയായി. ഇനി ചെവിയിൽ കുനുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്.
അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം ഇപ്പൊ ശരിയായി തരാം. ഇതാണ് അമ്മ. മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അത് നീ ഒന്നും പറയണ്ട. എനിക്കുണ്ട് ഈ പ്രായത്തില് പെൺകുട്ടികള്. ഇവളെ ഞാൻ കൊണ്ടുപോകും. മോള് വാ. ഇവരെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അനിയെന്നും വരുമല്ലോ. എന്താ അമ്മേ ഇത്? ഇവളെ കാണാനല്ലേ വന്നത്? ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ. ഒന്നും ആലോചിക്കാനില്ല. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ തീരുമാനിച്ചു. വാ മോളെ, വാ. ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. എന്റെ കല്യാണത്തിന് ഇത്ര ഇടണേ. ഒന്ന് പോടി, അവളുടെ ഒരു കല്യാണം. നിങ്ങളുടെ പയ്യ എന്താ കല്യാണം കഴിക്കാത്ത? ഞങ്ങളെല്ലാം കെട്ടിച്ചു വിട്ടിട്ടെ പയ്യെ കല്യാണം കഴിക്കുന്ന. ഏത് ഈ പൊടിക്കുപ്പിയുടെ കൂടെ കഴിഞ്ഞിട്ടോ? ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? എനിക്കറിയാലോ, ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ടാ അല്ലേ? ചെറുപ്പത്തിൽ അച്ഛനും അമ്മാവനും കൂടി പറഞ്ഞു വെച്ചതാ. ആളുടെ രൂപം കൂടി ഓർമ്മയില്ല. ഞാൻ വേറെ കേട്ടു. എന്നാ ഞങ്ങളുടെ ഭയ്യ ആയാലോ? അതിന് ഞാൻ പഞ്ചാബി അല്ലല്ലോ. ഞങ്ങളുടെ അമ്മയും പഞ്ചാബി അല്ലല്ലോ. അത് ഞാൻ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇവിടെ എല്ലാവർക്കും സമ്മതമാവണ്ടേ? ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ പയ്യ സമ്മതിക്കുമല്ലോ. പപ്പ, ഓ ഈ മല്ലുവിന്റെ തന്ത എന്തിനാ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നു പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലാവട്ടെ. വല്ല സമൂഹ വിവാഹവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പുരനിറഞ്ഞു നിൽക്കുകയല്ലേ പെമ്പിള്ളാര് 4 എണ്ണം. അതെ ചേട്ടാ, ഈ കല്യാണം കഴിക്കുള്ള പ്രായപരിധി എത്രയാ? അറിയില്ലേ? പപ്പാ, ആ വണ്ടി ഒന്ന് നിർത്തി. എന്താടാ? ഒരു സാധനം എടുത്ത് കളയാ. പട്ടികളെ എല്ലാത്തിനും നേരത്തെ വെട്ടി കൊല്ലാനാണ് വിളിച്ചേക്കണ. പോടാ. നിങ്ങളെ എല്ലാരും കാണണമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ. ഞങ്ങളെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇവന്റെ വിവാഹം. പല നല്ല ആലോചനകളും വന്നു. പക്ഷേ ഇവൻ സമ്മതിക്കണ്ടേ? വല്ല കുഴപ്പമുണ്ടാവും. ഓരോരോ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷെ ഇത്തവണ എന്തായാലും ഞങ്ങൾ അവനെ പിടിച്ച പിടി പൂട്ടിയിരിക്കുക. ഞങ്ങൾക്കൊരു കുട്ടിയെ ഇഷ്ടായി. ഇനിയിപ്പോ എല്ലാവരും ചേർന്ന് സന്തോഷായിട്ട് അതങ്ങ് നടത്തി തരണം. എവിടെ അവള്? വിളിക്ക്. ഈ അടിയനാള് കൊള്ളാലോ. നീ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എതിർക്കാൻ വന്ന കരഞ്ഞ കാല് പിടിക്കേണ്ടി വരും. പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരുമില്ലാന്നൊരു സങ്കടം ഇനി നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയുകയും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അശ്വതിയെ വളരെ ഇഷ്ടമായി. നമ്മളെല്ലാരും കൂടി ആഘോഷമായിട്ട് ഇതങ്ങ് നടത്തുന്നു. ആ താമോളെ, ചെറിയൊരു ചടങ്ങ്. ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. ക്ഷമിക്കണം, ഈ കല്യാണം നടക്കില്ല. എല്ലാരും കൂടെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ഞങ്ങൾ വിചാരിച്ചു. കുറ്റപ്പെടുത്തതല്ല സാർ, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇവളുടെ കല്യാണം അതെന്നോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാ. മരിച്ചുപോയ കുറെ ആത്മാക്കളുടെ ആഗ്രഹവുമാണത്. അതുകൊണ്ട് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും ഇക്കാലം അത്രയും പ്രതീക്ഷയോടെ ഞങ്ങൾ അവനെ കാത്തിരുന്നത്. ഞങ്ങളുടെ കാര്യം സത്യത്തിൽ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ് പോലും ഹരി
എന്താടാ ആങ്ങളെയും പെങ്ങളും കൂടി നാടകം കളിക്കുക? ഒരാള് പറയുന്നു കല്യാണത്തിന് സമ്മതമാണെന്ന്, നീ പറയുന്നു വേറൊരുത്തരെ കാത്തിരിക്കുകയാണെന്ന്. പാവങ്ങളല്ലേന്ന് കരുതി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ രണ്ടുപേരും കൂടി ഒത്തുകളിച്ച് ചതിക്കായിരുന്നല്ലേ? ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇനി രണ്ടിനെയും മല്ലു സ്ട്രീറ്റിൽ കണ്ടുപോരുത്. മോനെ വേണ്ട, ഒരാളും ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ മാത്രം തീരുമാനമാണ്.